അഡ്വാൻസ്ഡ് ഇ കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരുമാതിരി കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിലെ ആപ്പിൽ തന്നെ ചെയ്യാം. പക്ഷേ തമ്പ് ഇംപ്രഷൻ കൊടുക്കണമെങ്കിൽ ഇ കെയുടെ കിയോസ്കിൽ തന്നെ പോകണം. ബഹ്റൈനിലെ പല സ്ഥലങ്ങളിലായിട്ട് കിയോസ്ക് ഉണ്ട്. പക്ഷേ ഒരുമാതിരി സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ മെഷീൻ കംപ്ലൈൻ്റ് ആയിരിക്കും. ഞാൻ അങ്ങനെ ഒന്ന് രണ്ടിടത്തും തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ തിരിച്ചു പോരേണ്ടി വന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഉണ്ടത്. സേവ് ചെയ്ത് വെച്ചോ. കാരണം തിരിച്ചു പോരേണ്ടി വരാത്ത സംഭവം ചെയ്ത് തിരിച്ചു പോരാവുന്നൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. ഞാനിപ്പോഴേ ഇസാ ടൗണിലുള്ള ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെൻറ് അതോറിറ്റിയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു സെൽഫ് സർവീസ് സെൻറ്റർ ഉണ്ട്. ഇത് 24 hour ഓപ്പൺ ആണ് കേട്ടോ, ഇൻക്ലൂഡിങ് ഫ്രൈഡേ. പിന്നെ മെഷീൻ കംപ്ലൈൻ്റ് ആണെന്നൊന്നും പറഞ്ഞ് തിരിച്ചു പോരേണ്ടിയും വരില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു 4ഓളം മെഷീൻ ഉണ്ട് അതിനകത്ത് കേട്ടോ. പിന്നെ ഇ കെ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഡൗട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇനി പല പല സ്ഥലങ്ങളിലൊന്നും പോയിട്ട് തിരിച്ചൊന്നും പോരാൻ നിൽക്കണ്ട, നേരെ ഇങ്ങോട്ട് തന്നെ വിട്ടാൽ കേട്ടോ. വളരെ സിമ്പിളാണ് സംഭവം. നേരെ ചെല്ലാം, CPR അങ്ങ് റീഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫുൾ ഇൻഫർമേഷൻ നേരത്തെ ആപ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തമ്പ് കൊടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പാസ്വേഡും സംഭവം ഒന്ന് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചു പോകണം. ഇപ്പോൾ വീണ്ടും കാണാം. ബൈ, സീ യു. സൈനിങ് ഓഫ് അജ്മൽ സ്റ്റോറി ബുക്ക്.